താല്പര്യമുള്ളവരാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗവേഷണത്തിൽ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ വിശ്വാസം. അതിൻ്റെ ഡെഡിക്കേഷനും പിന്നെ ഇവര് ആരും കൊച്ചു പിള്ളേരൊന്നും അല്ല, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ല ഇത് കയറുന്നത്. അവരെന്തെങ്കിലും ഭാവിയിൽ 2-3 ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന്, ഗവേഷണത്തെ പറ്റി കുറച്ച് അറിയുക. അപ്പോൾ ഇവിടെ ആശ പറഞ്ഞു ന്യൂ നോളജ് ഉണ്ടാക്കുന്നതാണ് ഗവേഷണത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഈ റിസർച്ചിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞാലും അത് എന്താണ്, എന്തിനാണ്, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്, എന്നിങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ എന്താണ് ഈ നോളജ്? നോളജ് ശരിക്കും എന്താണ് നോളജ് എന്ന് പറയുന്നത് വിശ്വാസവും അറിവും ഒന്നാണോ? അറിവ് എന്താണ് അറിവ്? അപ്പൊ അറിവ് വിശ്വാസം തന്നെയാണോ? അപ്പൊ അത് നിങ്ങൾ സയന്റിഫിക് എപ്പിസ്റ്റമോളജി ഓഫ് നോളജിനെ പറ്റി, എപ്പിസ്റ്റമോളജി എന്ന് പറയാൻ ജ്ഞാനശാസ്ത്രം, എപ്പിസ്റ്റമോളജി ഓഫ് നോളജ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഈസ് ബിലീഫ് ബട്ട് സപ്പോർട്ടഡ് ബൈ എക്സ്പീരിയൻസ്. ആൻഡ് if it is perception, there may be some personal direction for that knowledge. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോന്നും നമ്മൾ റിസർച്ചിൽ നമ്മൾ എന്താണെന്ന് ആൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടെർമിനോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് റിസർച്ചിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ റിസർച്ചിൽ കൂടെ കൂട്ടുന്നത്. ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾ റിസർച്ച് മെത്തഡോളജി എല്ലാം പഠിക്കണമെന്നില്ല. നമുക്കിവിടെ ഒരുപാട് പേര് ഈ കഴക്കൂട്ടം IMA ഒരു വലിയ പ്രത്യേകത, ഒരുപാട് പേര് ഇതിൽ പ്രാവീണ്യമുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഞാൻ പല സന്ദർഭങ്ങളിൽ ഇടപഴകിയിട്ടുള്ളവരാണ്. അവരൊക്കെ എന്നെ അതിജീവിച്ചിന്ന് വലിയ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നല്ല റിസോഴ്സ്ഫുൾ ആണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു നിയോഗം അത് എന്ത് അപ്പോൾ എല്ലാ റിസർച്ചും തുടങ്ങുന്നത് ക്വസ്റ്റ്യനിൽ നിന്നാണ്. റിസർച്ചിനെ നമ്മൾ വളരെ ലഘുവായി കാണുകയാണെങ്കിൽ അത് ഒരു അന്വേഷണമാണ്. അത് പത്രപ്രവർത്തനവും റിസർച്ചുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പത്രപ്രവർത്തനം അന്വേഷണമാണ്, പക്ഷെ നമ്മളത് അതുപോലെ അല്ല. അപ്പോൾ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്, അത് എൻക്വയറി ആണ്. അതോടൊപ്പം തന്നെ അതിൽ നിരീക്ഷണമുണ്ട്, മാപനമുണ്ട്. മാപനം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫിക്കേഷൻ. മാപനമുണ്ട്, അതിൽ അറിവാർജിക്കലുണ്ട്. അതാണ് ഇവിടെ ആശ പറഞ്ഞ നോളജ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുതിയ നോളജ് ആർജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ നോളജ് എല്ലാം പുതിയതാവണമെന്നില്ല. എക്സിസ്റ്റിംഗ് നോളജിന്റെ പുതിയ ഒരു ഇന്റർപ്രിട്ടേഷനും പുതിയതായിട്ട് നമ്മൾ കരുതുന്നു. എക്സിസ്റ്റിംഗ് നോളജിന്റെ ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ ആൾസോ ഈസ് കൺസിഡർഡ് ആസ് എ ന്യൂ നോളജ്. ഫർദർ നോളജ് ഈസ് ദ പർപ്പസ് ഓഫ് റിസർച്ച്. എനിവേ, ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് അതിനെപ്പറ്റി പറയുന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിസർച്ചിനെ കാണുന്നത്. ചിലർ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത്, ചിലർ സർവേ ആയിട്ടാണ് കാണുന്നത്, ചിലർ ഡേറ്റ അനാലിസിസ് ആയിട്ടാണ് കാണുന്നത്. ഇത് റിസർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് നമ്മൾ ആദ്യം ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 8:15 നമുക്ക് അനീഷിന്റെ ക്ലാസ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് കേൾക്കാം. അപ്പം ആ 15 മിനിറ്റിൽ ഇവിടെ ഇരിക്കുന്ന റിസർച്ചുമായിട്ട് കൈകാര്യം ചെയ്യുന്ന കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, എൻ്റെ കൊളീഗ്സ്. അവരുടെ ഒന്ന് 5 മിനിറ്റ് കൊണ്ട് അവരുടെ ഒന്ന് സജഷൻസ് തരാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നവരുടെ എക്സ്പെക്ടേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ എന്തോ വേണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പം പിന്നെ ബിന്ദുഷായി കൈകാര്യം ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ യാദവ്, പ്രിയ, സീനിയ, നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അതല്ല, ചിലർക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്കും പറയാം, സജഷൻസ് ഒക്കെ പറയാം. ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ പോകാം? നമുക്ക് ഇന്ന് 3 ഉദ്ദേശമുള്ളത്. ഒന്ന്, നമ്മുടെ ഗോൾ സെറ്റിംഗ്. എന്താണ് നമ്മുടെ ഉദ്ദേശം? ഒരു ചെറിയ ഒരു പ്രോജക്റ്റ് കണ്ടെത്തുക. അത് കൊളാബറേറ്റീവ് ബേസിലായാലും കുഴപ്പമില്ല. അതിന് ഫണ്ടഡോ ഇല്ലാതെ അത് നമുക്ക് അത് ഡിപ്പെൻസ് ഓൺ. പിന്നെ ഗോൾ സെറ്റിങ്. ഇന്നിപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ എത്ര എൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ്? മാസം തോറും കൂടണോ, 2 മാസം തോറും കൂടണോ, ആനുവൽ കൺവെൻഷൻ വേണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് അതിൻ്റെ ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇനി ഞാൻ ബിന്ദുഷയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ബിന്ദുഷ കോർഡിനേറ്റ് ചെയ്തോളൂ. ആദ്യം ബിന്ദുഷ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് സജഷൻസ് ചോദിക്കുക. പിന്നെ നമ്മുടെ സീനിയർ ആൾക്കാരുണ്ട്, സുദർശൻ സാറുണ്ട്,
ഡോക്ടർ ഐപ്പിനോട് ഞാൻ കയറാൻ പറഞ്ഞിരുന്നു, കയറിയെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഐപ്പ് വളരെയധികം എക്സ്പീരിയൻസും താല്പര്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, നമ്മുടെ ഫാക്കൽറ്റിയാണ്. ഇത് കയറിയെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ ഓവർ ടു ബിന്ദു സാർ. ബിന്ദു സാർ, ബിന്ദു സാർ പോയാ? സാറേ, ഹലോ, പറഞ്ഞു ബിന്ദു സാർ. കേക്കാലോ സാറേ? മതി ബിന്ദു സാർ. സാർ ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് യാദവ് സാർ നേരത്തെ ഉണ്ടായിരുന്നു, സാറിനെ ഇപ്പൊ കാണുന്നില്ല. ഏറ്റവും സീനിയർ വിളിച്ചോ? സുദർശൻ സാറ്, യാദവ് സാറും ഉണ്ട്. അപ്പൊ സാർ ഒരു സാറിന്റെ കുറിച്ച് ഒപ്പീനിയൻ എന്താണ്, എങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം? യാദവ് സാർ. ഇതിപ്പോ സാറ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഉള്ളവര് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ സാറ് പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകാം. നമുക്കിപ്പോ ഓരോ വ്യക്തിക്കും ഓരോ ക്വസ്റ്റ്യൻ കാണുമല്ലോ ആ റിസർച്ചേഴ്സിന്. അപ്പൊ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് അവരായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, താങ്ക് യു സാർ. രാജ്മോഹൻ സാറ് ഒരു ഐഡിയ പറഞ്ഞത്, നമ്മൾ ആദ്യം കുറച്ചൊരു ഇൻട്രൊഡക്ടറി ക്ലാസ്സസിന് ശേഷം ഓരോരുത്തരും അവരവരുടെ ഐഡിയ, കുറച്ച് റിസർച്ച് ഐഡിയസ്, ഇതൊരു ഹെട്രോജീനസ് ഗ്രൂപ്പ് ആണല്ലോ, പല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട്, എല്ലാവർക്കും റിസർച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫോം ചെയ്ത ഗ്രൂപ്പാണ്. പക്ഷെ പല രീതിയിലുള്ള പല ഫീൽഡ് ഓഫ് മെഡിസിനിലുള്ള ആൾക്കാരാണ്. അപ്പം അവരുടേതനുസരിച്ച് നമുക്ക് അവരുടെ റിസർച്ച് ഐഡിയാസ് അനുസരിച്ച് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഐഡിയ. നമുക്ക് ഐഡിയയും ക്വസ്റ്റ്യനും ഒക്കെ പിന്നെ ആയാലും മതി. തൽക്കാലം ഇവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. വാട്ട് ദേ എക്സ്പെക്ട് ഫ്രം ദിസ്. സാറേ, നമുക്ക് പാർട്ടിസിപ്പൻസി പോകുന്നതിന് മുന്നേ ഐപ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐപ് സാറ് ബ്ലസ്സിംഗ് മാത്രം മതി നമുക്ക്. സാറിന്റെ ബ്ലസ്സിംഗ് വേണ്ട, സാർ പറഞ്ഞു. അപ്പൊ അടുത്ത യാദവ് ഉണ്ടോ? യാദവ്, നമ്മൾ എങ്ങനെ പോകും? യാദവിന് എന്തെങ്കിലും ത്രെഡ്സ് വല്ലതും ഉണ്ടോ? യാദവ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. സാറേ, ഇപ്പൊ സാറ് പ്ലാൻ ചെയ്ത പോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസും ഡെവലപ്പ് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ. എന്തൊക്കെ പറഞ്ഞാലും നോളജ് ആണ് ബേസിക്. ഇഫ് യു നോ ഓൺലി യു ക്യാൻ ഡു. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ടൈലർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. കുറച്ച് പൊതു കാര്യങ്ങളും എടുക്കേണ്ടി വരും. സീനിയ, ഡോക്ടർ സീനിയ. ഹലോ, കേക്കാം. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഉണ്ട് സാറേ, കോർഡിനേറ്റ് ചെയ്യാൻ. എന്താന്ന് വെച്ചാല് പറഞ്ഞാൽ മതി. എന്താ കാര്യം, എന്താ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം. സുദർശൻ സാർ. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. റിസർച്ചിന്റെ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. Because of course research is the most important thing in medical education. There's no doubt about that. ഞാനൊരു ശ്രോതാവായിട്ടാണ് കയറിയത്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി കയറിയതാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, താങ്ക് യു സാർ. ആക്ച്വലി യാദവും സീനിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ പറ്റുന്നിടത്തോളം എല്ലാ സെഷൻസിലൊന്നും എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. പറ്റുന്നിടത്തോളം കയറാൻ ശ്രമിക്കുക. പിന്നെ സ്പെസിഫിക് ടാസ്കുകൾ ഉള്ളപ്പോൾ എന്തായാലും കയറണം. പിന്നെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കയറണം. അപ്പം മനഃപൂർവ്വം ആരെയും നമ്മൾ ഒരിടത്തും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മനഃപൂർവ്വമായിട്ട് ആരും ഉണ്ടാക്കത്തില്ല. ദയവേത് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കണ്ടാലും നിങ്ങൾ സ്വയം അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആരെയും മനഃപൂർവ്വം മാറ്റി നിർത്തിയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഒന്നിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ താല്പര്യം എടുത്ത് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ജസ്റ്റിസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രിയ ഉണ്ടോ? ഇവിടെ പ്രിയ. പ്രിയ ഇതിനകത്ത് കാണുന്നില്ല സാറേ. പ്രിയ മേഡത്തിന് ഡ്യൂട്ടി ഉണ്ട്. അജിത്ത് ഉണ്ടോ? അജിത്ത് ഉണ്ടോ? അജിത്തും ഇല്ല അല്ലേ? ദീപയുടെ ഹസ്ബൻഡ് അജിത്ത് ഗോകുലത്തിലെ ഇല്ല അല്ലേ? എപ്പോഴും വരാൻ പറ്റത്തില്ല.
വേറെ എന്തെങ്കിലും റിസർച്ചുമായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എല്ലാവരെയും അറിയത്തില്ല, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരുടെയും എക്സ്പെക്ടേഷനിലേക്ക് പോവാം. സപ്ന മാഡം ഉണ്ടോന്ന് തോന്നുന്നു. ആരാ മാഡം ആരാ ആരാ കോഴിക്കോട് നിന്ന് സപ്ന മാഡം. ആണോ? ഓ, അത് ശരി, കോഴിക്കോട് നിന്നും ഉണ്ടോ ആള്? അതെ ഓക്കെ. അതെ, മാഡം ഉണ്ട്. ആ. മാഡം സപ്ന Good evening, sir. സപ്ന സപ്ന ഞാൻ sir, പറഞ്ഞോ I am സപ്ന. actually Department of ENT ആണ്. ഞാൻ സപ്ന, ശരിക്കും ഈ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്ന ഫീസിബിലിറ്റിയെ പറ്റി, ഏത് ഡയറക്ഷനാണ് നമ്മൾ പോകണമെന്നുള്ളതിനെ പറ്റിയാണ്. ഫീസിബിലിറ്റി, അതെ അതുപോലെ ഡയറക്ഷണാലിറ്റി, ഈ അതെ sir, പ്ലാറ്റ്ഫോമിന്റെ ഡയറക്ഷണാലിറ്റിയും ഫീസിബിലിറ്റിയാണ് പറയുന്നത്. അതെ അതെ അതെ. ഓക്കെ. ആൻഡ് വാട്ട് എവർ ഞാനിത് കണ്ടു. ബേസിക്കലി ഐ ഗോട്ട് ഇൻ ടു റിസർച്ച്. നമ്മളെ കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റും പിന്നെ IRC നമ്മളെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ആഫ്റ്റർ ബിജു സർ ആൻഡ് ഓൾ ഐ വാസ് ദെയർ. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഈ വിമേൽ ഇത് കണ്ടപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അപ്പം ഞാൻ that's how I spoke to Bidusha and I said that's a good initiative. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ it is always nice to collaborate. അപ്പം whatever. പിന്നെ അനീസ് സാറിനെ ലൈലബി മാഡം എല്ലാം കോഴിക്കോട് പരിചയമാണ്. അപ്പൊ പിന്നെ അവരെ ക്ലാസ് ആണെങ്കിൽ കേൾക്കാൻ കുറച്ചും കൂടി രസമാണെന്ന് അറിയാം. അങ്ങനെ കയറിയതാ സർ. താങ്ക് യു വെരി മച്ച് സപ്ന. അപ്പൊ ഇനി ഇന്ദുഷ, നമുക്ക് ഈ വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷനും ഒരു എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് 8:15 ആകുമ്പോൾ നമുക്ക് അന്വേഷണത്തിൽ പറയാം. നമുക്ക് ഇനിയും ഒരു 10 മിനിറ്റോളം ഉണ്ട്. അപ്പം എല്ലാരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഞാനിത് ദയവായി ടെക്നിക്കൽ തകരാറൊന്നും ഇല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ കൊള്ളാം. ഇന്നിപ്പം പക്ഷെ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് സാറേ. വേണ്ട, കുഴപ്പമില്ല. അപ്പൊ ഓരോരുത്തരായിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഡോക്ടർ ദീപ്തി. ജയലക്ഷ്മി മാഡം. ഹലോ, പറഞ്ഞോളൂ മാഡം. നിഷ ഞാൻ നരേന്ദ്രൻ ഡോക്ടർ ദീപ്തി, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് വർക്ക് ഒരു ചെയ്യുന്നു. ഞാനുണ്ട് സാറേ. ആണോ നിഷ നരേന്ദ്രൻ? ഞാനുണ്ട് സാറേ. ഞാൻ മാഡം പറഞ്ഞു കഴിഞ്ഞിട്ട് നിഷ പറഞ്ഞു നരേന്ദ്രൻ കഴിഞ്ഞിട്ട് ആണോ? പറയാം. നിഷ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സോറി, ഞാൻ എങ്ങനെയാ കണ്ടില്ല. ഇല്ല, അങ്ങനൊന്നും ഇല്ല സാർ. ഞാൻ മാഡം പറഞ്ഞു കഴിഞ്ഞിട്ട് മിണ്ടാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു നിഷ ഫോർ ജോയിനിങ്. താങ്ക് യു. ഇപ്പൊ ഡോക്ടർ ദീപ്തി കണ്ടിന്യൂ ചെയ്യാമോ? ഞാൻ ഡോക്ടർ ദീപ്തി, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നു. കുറച്ച് കണക്ഷൻ പ്രശ്നമുണ്ട്, ഭയങ്കര മഴ ആയതുകൊണ്ടേ. ഓക്കെ. ജയലക്ഷ്മി മാഡം. ഗുഡ് ഈവനിങ്. ഞാൻ കാസർഗോഡ് നിന്നാണ്. എനിക്കറിയില്ല എന്നെ ആരാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതെന്ന്. പക്ഷെ ഞാൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ബെനവൻ സാർ ആണോ എന്നറിയില്ല, എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് റിസർച്ചിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു IVF സെന്റർ ആണ് ഇവിടെ, ഡ്രീം ഫ്ലവർ IVF സെന്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു FNB ഇത് കിട്ടിയിട്ടുണ്ട്, അക്രഡിറ്റേഷൻ. അപ്പോൾ അവർ എന്തായാലും സ്റ്റഡി നടത്തുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് നടത്തി. ഇപ്പം നമ്മൾ രണ്ടാമത്തെ നമ്മളിപ്പോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കും എനിക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. എനിവേ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് റിസർച്ചിൽ. ബേസിക്കലി പക്ഷെ റീപ്രൊഡക്റ്റീവ് ഗൈനക്ക് ആയിരിക്കും എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ രാജ്മോഹൻ സാറ് പഠിപ്പിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഇത് കണ്ട ഉടനെ തന്നെ ഇടവും വലവും നോക്കാതെ ചാടി വീണ്ടും ജോയിൻ ചെയ്തതാ. പിന്നെ അത് ലിങ്ക് അയച്ചു തന്നത് ഡോക്ടർ ബിന്ദുഷ. അതിനകത്ത് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഐ ന്യൂ ദ ടീം ഇസ് റിയലി സ്ട്രോങ്. ആൻഡ് തിരുവനന്തപുരത്ത് പഠിച്ച എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ഥലം മാറി വന്ന് ഇവിടെ കിടക്കുന്ന ഒരു ഫീലിംഗ് എന്നും ഉണ്ട്. അപ്പൊ ആ ഒരു റിസർച്ച് കൾച്ചർ ഇവിടെ വരാൻ കുറെ നാൾ എടുക്കുമായിരിക്കും പ്രോബബ്ലി. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്. എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പം അത് തുടരാൻ അതുകൊണ്ടാണ് ഞാൻ സ്ഥലം മാറി കഴക്കൂട്ടത്തേക്ക് വന്ന് ജോയിൻ ചെയ്തത്. ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത്രയും സ്ട്രോങ് ടീം ആയതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു ഫോർ ദ ഇനീഷ്യേറ്റീവ്. അത് നന്നായി വരട്ടെ. All the wishes also. I am there in the ventures along with you. Thank you. Thank you, sir. Dr. Chitra. Thank you, Nisha, for joining. Thank you, sir. Dr. Chitra. Good evening, sir and madam. Actually, madam, microbiologist ആണ്.
ഇപ്പോൾ സ്റ്റേറ്റ് ലീഡിംഗ് ഫോർമുലർ ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് ലബോറട്ടറിയിൽ ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ മൈക്രോബയോളജി ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി സാധനങ്ങൾ മീൻസ് ഇഷ്ടംപോലെ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു റിസർച്ച് ലെവലിലോട്ടൊരു എവിടെയോ ഒരു നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ അത്രയും റിസർച്ച് മെത്തഡോളജി നമ്മൾ ആ തീസിസ് ചെയ്യുമ്പോൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹെൽത്ത് സർവീസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ല. പക്ഷെ നമ്മളിൽ ഒരുപാട് സ്റ്റഡി ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിന് അധികം വെൽവേഴ്സ്ഡ് അല്ല. അപ്പം ഐ തിങ്ക് വി ക്യാൻ ഡു മോർ. അതുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്തത്. അത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ബാക്കപ്പ് തന്നെ ഉണ്ട്. രാജ്മോഹൻ സർ, ദിവ്യ മാഡം, അനീസ് സർ, പ്രിയ മാഡം, യാദവ് സർ, അപ്പൊ നല്ലൊരു എന്താണ് എക്സ്പോഷർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് സുനിത മാഡം, ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയതിന്. താങ്ക് യു സോ മച്ച് രാജ്മോഹൻ സർ, ബിന്ദുഷ മാഡം ആൻഡ് ദ ഹോൾ ടീം. താങ്ക് യു. താങ്ക് യു ചിത്ര. ഡോക്ടർ ജിജു. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഡോക്ടർ ജിജു, ഗുരുവായൂർ IMAയുടെ മെമ്പറാണ്, SWC മെമ്പറാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് കണ്ടപ്പോൾ ചേരാനുള്ള താല്പര്യം എന്താ വെച്ചാൽ മേ ബി ഞാൻ റിസർച്ചും അങ്ങനെ വലിയൊരു കണക്ഷൻ ഇല്ല. ഞാനൊരു ജനറൽ പ്രാക്ടീഷണറാണ്. കുറേ കൊല്ലം മുമ്പ് ഒരു മേ ബി 15 years ബാക്ക് ഞാൻ ചില ക്ലിനിക്കൽ ട്രയൽസിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ അടിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്രഗ് ബേസ്ഡ് ട്രയൽസ്. ഈ സെനോഫിയുടെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞ ട്രയൽ, പിന്നെ ഐ തിങ്ക് ആസ്ട്രസെനിക്കയുടെ ചില ട്രയൽസും ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഐ തോട്ട് മേ ബി ആ ഇൻട്രസ്റ്റ് തിരിച്ചും റീകണ്ടിൽ ചെയ്യാം. മേ ബി സംതിങ് ഓഫ് മൈ ഓൺ ഒരു പ്യുവർ റിസർച്ചായിട്ട് വല്ലതും നടത്താൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ വന്നത്, ഇതിനെ പറ്റിയിട്ട് ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് ഹാവ് റിയൽ തറോ നോളേജ് അബൌട്ട് റിസർച്ച്. ഒന്നും അതോറിറ്റേറ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർന്നുള്ളത്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജിജു. ഡോക്ടർ രാജേഷ്. ഡോക്ടർ പത്മജ. നമസ്കാരം. രാജേഷ്. ഞാൻ വയനാട് ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡോക്ടറാണ്. കുറച്ച് കൊറോണ സമയത്ത് 2 പേപ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ റിസർച്ച്. ഞാൻ ഒരു ഫാമിലി ഫിസിഷ്യനാണ് സാർ. ഫാമിലി ഫിസിഷ്യനാണ്. എൻ്റെ ക്ലിനിക്ക് നടത്തുന്നു വയനാട്. താങ്ക് യു. മഴ കാരണം എനിക്ക് കേൾക്കാൻ വയ്യ, നല്ല മഴ. ഞാൻ ടൈപ്പ് ചെയ്യാം. ഹലോ 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 പറഞ്ഞോളൂ. കേൾക്കാം. കേക്കാമോ? കേൾക്കാം. പത്മജയാണ്. ഞാൻ ഇവിടെ മഴയായ കാരണം എനിക്ക് ഇങ്ങോട്ടൊന്നും കേൾക്കാൻ വയ്യ, എങ്കിലും എന്റെ പേര് വിളിച്ചത് ഞാൻ കേട്ടു. ഞാനിവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഇടയ്ക്ക് 2 പ്രോജക്ട്സ് ഒക്കെ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ കൂടുതലായിട്ട് റിസർച്ചിനെ പറ്റി പഠിക്കാൻ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഡോക്ടർ ഷിബു. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഓർത്തോ അസോസിയേറ്റ് പ്രൊഫസറാണ്. ആക്ച്വലി എം എ PhD സ്കോളർ. പക്ഷേ എനിക്ക് ഇനിയും ഞാൻ എക്സാം പാസ്സായെങ്കിൽ പോലും പല കാര്യങ്ങളും ഇപ്പോഴും ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അത് കൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പോൾ വയനാട്ടിലുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സ്, അതുപോലെ ഗുരുവായൂരുന്ന് ഡോക്ടറുണ്ട്. ഇവർക്കെല്ലാം ബേസിക് ആയിട്ടുള്ള ആ ഒരു റിസർച്ചിലോട്ട് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദേ ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് അതിൻ്റെ ആ രീതിയിൽ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. ഡോക്ടർ വിഷ്ണു. ഹലോ മാഡം, ഞാൻ ഡോക്ടർ വിഷ്ണു, എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്യുന്നു. IMA പെരിന്തൽമണ്ണയുടെ മെമ്പറാണ്. ഞാനിപ്പോൾ 5 വർഷം മുമ്പ് DM കഴിഞ്ഞതാണ് ഫ്രം കാശ്മീർ.
ആ സമയത്തൊക്കെ മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിൻ്റെ കൂടെ കുറച്ച് റിസർച്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ളി പ്രൈവറ്റ് പ്രാക്ടീസാണ്. ഇത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ സ്വന്തം ക്ലിനിക്കുണ്ട്. അപ്പോൾ പ്രാക്ടീസിൻ്റെ കുറച്ച് തിരക്ക് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു റിസർച്ചിൽ, പക്ഷെ അതൊക്കെ പോയി. 5 വർഷം കൊണ്ട് പഠിച്ചതൊക്കെ മറന്നുപോയി ആക്ച്വലി. അപ്പോൾ ഒന്നുകൂടി അത് റീകിൽ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും. കുറേ റിസർച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണും ക്ലിനിക്കൽ പ്രാക്ടീസിൽ, പക്ഷേ അതൊന്നും ഫോളോ അപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇതുവരെയ്ക്ക് ഒരു ഫാമിലി അങ്ങനെ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ടൈമുണ്ട്, ഫ്രീ ടൈം. അപ്പം ഞാനിതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തിരിച്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കണം. താങ്ക് യു. താങ്ക് യു. ഡോക്ടർ രമ. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ രമ, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. ഞാൻ ഇനീഷ്യലി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലായിരുന്നു. ഇപ്പോൾ MES മെഡിക്കൽ കോളേജിലാണ് പെരിന്തൽമണ്ണ. ഡോക്ടർ വിഷ്ണു പറഞ്ഞ പോലെയാണ്, ഒരു ക്ലിനിക്കൽ ഫീൽഡിൽ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരുപാട് ക്ലിനിക്കൽ ഡാറ്റ ഉണ്ട്, പക്ഷെ അതെങ്ങനെ ചാനലൈസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഞാൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ സ്റ്റേറ്റ് ചാപ്റ്ററിന്റെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, അതിന്റെയൊക്കെ ഒരു കൊളാബറേറ്റീവ് സ്റ്റഡിയിൽ, മൾട്ടി സെന്റർ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അല്ലാതെ എനിക്ക് കൂടുതൽ റിസർച്ചിലൊന്നും ഒന്നും കൂടുതൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് ഉണ്ട്. വിമൻസ് വിങ് ഓഫ് IMAയിൽ ഇത് കണ്ടപ്പോൾ ഉടനെ അതുകൊണ്ടാണ് ജോയിൻ ചെയ്തത്. ഇത്ര ഇല്ലസ്ട്രിയസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഭാഗ്യം. ഐ ഹോപ്പ് ടു ബി വിത്ത് യു ഇൻ ദിസ് വെഞ്ചർ. താങ്ക് യു. ലൈലാബി മാഡം. ഡോക്ടർ മിഥില. ബിന്ദുഷ, ഐപ്പ് സാറിന് ചിലപ്പോൾ പോകണമായിരിക്കും കേട്ടോ. ഐപ്പ് സാറിനെ വിളിക്കാം. സാർ വന്നിട്ടുണ്ട്. ഐപ്പ് സാറിന് സാറുണ്ട്. ഇവിടെ നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. സാർ കേൾക്കാൻ തന്നെയാണ് വന്നത്. എല്ലാവരുടെയും ഇൻട്രസ്റ്റ് നല്ലതാണ്. കുറെ നാള് അക്കാഡമിക്സിൽ നിന്നൊക്കെ മാറി നിന്നവർക്ക് വീണ്ടും സ്റ്റഡി ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് വളരെ നല്ല ഒരു സൈനാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാ ഹെൽപ്പും തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു സർ. ഹലോ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് റെസ്പെക്റ്റഡ് രാജ്മോഹൻ സർ. ഞാൻ വിമ പാസ് കൺവീനറാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ വിമയിൽ ഇങ്ങനെ ഒരു റിസർച്ച് റിലേറ്റഡ്, കോഴിക്കോട് IMAയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ റിസർച്ച് റിലേറ്റഡ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ്. ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിനിൽ പ്രൊഫസറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഈ റിസർച്ചായിട്ടും ഞാൻ വിചാരിച്ചു കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് വിമയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്കറിയില്ല ഇത് കഴക്കൂട്ടത്തിൻ്റെതാണെന്നല്ല. ഞാൻ വിചാരിച്ചു വിമ കേരളയിൽ കണ്ടപ്പോൾ സ്റ്റേറ്റ് വിമയുടെ ഒരു റിസർച്ച് വിങ് ആണെന്നുള്ള. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ റിസർച്ച് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ മിഥില. ഹായ് മാം, ഞാൻ പെത്തോളജിസ്റ്റ് ആണ്. ഞാൻ IMA കഴക്കൂട്ടത്തിന്റെ ഭാഗമാണ്. ഞാൻ പെത്തോളജിസ്റ്റ് ആണ്, പക്ഷേ ഞാൻ പ്രൈവറ്റ് ലാബിലാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ റിസർച്ചിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു മേഖലയാണ് പ്രൈവറ്റ് പെത്തോളജി ലാബ്സ് എന്ന് പറയുമ്പോൾ. ഡയഗ്നോസ്റ്റിക് വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം പെത്തോളജി എന്ന് പറയുന്നത് തന്നെ ഒരു അണ്ടർലൈങ് ഒരു റിസർച്ചർ എന്നൊരു കോൺസെപ്റ്റ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എനിക്ക് അതിലേക്ക് എത്താൻ പ്രസന്റ്ലി പറ്റിയിട്ടേ ഇല്ല. അപ്പം എനിക്ക് ആരുടെയെങ്കിലും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട്, അത് ഒരു പെത്തോളജി ബേസ് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നല്ല റിസർച്ചിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഇവിടെ കിട്ടുമായിരിക്കും, എൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു ഹോപ്പിലാണ്. താങ്ക് യു മാം. ബെസ്റ്റ് വിഷസ് ടു എവരിവൺ. ഡോക്ടർ മിനി. ഞാൻ എറണാകുളത്തു നിന്നാണ്. വിമ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ എറണാകുളം വിമ ഗ്രൂപ്പിൽ കണ്ടിട്ട് കയറിയതാണ്. എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. റിസർച്ചിൽ വളരെ താല്പര്യമുണ്ട്. ആക്ച്വലി പല എംബാരക് ഔട്ട്കമ്മിലൊക്കെ PI ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട്
ഈ ക്ലിനിക്കൽ ട്രയൽസിലെ ഒരു സമയത്ത് വളരെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഇപ്പോൾ അമൃത പോലത്തെ സെറ്റപ്പിലെ പോലെ അല്ല ചെറിയ ഹോസ്പിറ്റൽസിൽ. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിനിക്കൽ റിസർച്ച് വർക്ക് ഞാൻ ഗിവ് അപ്പ് ചെയ്തത്. വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് നാളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ക്ലിനിക്കൽ മെറ്റീരിയൽ ഡോക്ടർ പക്ഷേ ടൈമിന്റെ പ്രശ്നമുണ്ട്. താങ്ക് യു. വിദുഷ രാജേന്ദ്ര സാർ കയറിയിട്ടുണ്ട്. സാർ രാജേന്ദ്ര സാർ. ഹലോ, ഗുഡ് ഈവനിങ്. ബിന്ദുഷയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഈ ഗ്രൂപ്പിലെങ്കിലും കാണുന്നത് ഒരു സന്തോഷം. IMA-യുടെ GB മീറ്റിങ്ങിലൊന്നും കാണാറില്ല, എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ കാണാറില്ല. വെരി ഹാപ്പി ടു സീ യു. ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ടോ? രാജേന്ദ്ര സാറ് പീഡിയാട്രിക് സർജറി വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസർച്ചർ ആയിരുന്നു. ഒരുപാട് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടും, പ്രത്യേകിച്ചും സർജറിയിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സാറിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് റിസോഴ്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ. ഐ ഹോപ്പ് സാർ വിൽ എക്സ്റ്റെൻഡ് ആൾ ഹെൽപ്പ് ടു അസ്, അവർ ഗ്രൂപ്പ്. Okay, whatever I know, I shall share, but I don't know many things. I will learn from the group. അത് സാരമില്ല സാർ, നമ്മളെല്ലാവരും ഒരേ ബോട്ടിലുള്ളവരാണ്. അറിയാമെന്ന് വിചാരിക്കുന്നവർക്ക് പോലും പലതും അറിഞ്ഞൂടാ യഥാർത്ഥത്തിൽ, അടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത്. ഓക്കെ, താങ്ക് യു രാജേന്ദ്ര സാർ. അടുത്ത ബിന്ദുഷ, നമുക്ക് അനീഷിനെ ഡോക്ടർ റീത്ത. അതാ, ഇനി കുറച്ച് പേരൂടെ ഉണ്ട് സാറേ. നമുക്ക് അടുത്ത ദിവസം മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഇനി ഒരു 5 മിനിറ്റ് ബാക്കിയുള്ളവർ നമുക്ക് അടുത്ത തവണ അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റേഷനിൽ പോവാം. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദയവായി എല്ലാവരും ക്ഷമിക്കുക. അതായിരിക്കും സാറേ നല്ലതല്ലേ, നമുക്ക് ഒത്തിരി ടൈം പോകും. കാരണം അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മെത്തഡോളജി അറിയുന്നതും പ്രധാനമാണ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. So I invite Dr. Anish to start his presentation. അനീഷിനെ എല്ലാവർക്കും പരിചയം കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സീനിയ പോയോ? സീനിയ പോയില്ലെങ്കിൽ സീനിയമാരും ഉണ്ട്. ഡോക്ടർ സീനിയ പോയോ? സീനിയ അനീഷിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സീനിയ, ഐ തിങ്ക് സീനിയ വിൽ ബി ഹാപ്പി ഫോർ ദാറ്റ്. Hello. Thank you, sir, for the opportunity to introduce Dr. Anish. In fact, I'm a colleague of his and really proud of him because he, I should say, a celebrity in public health and also a very eminent researcher. He's been doing a lot of things and has a lot of publications to his credit. Actually, this is not a very formal introduction because I'm not prepared to talk about him. You can just Google and find out. I think he is one of the best researchers that we have, not only in Kerala, but for the nation as well. And you'll be very glad to be interacting with him. At present, I think he is working as a faculty in Government Medical College, Kozhikode, and also I think he's actually his working arrangement in Kozhikode is in Wayanad as a community medicine faculty, and he's also the nodal person for the Center for One Health, which is one of the prestigious initiatives that the Kerala government has been initiated recently. During the COVID pandemic also, he was one of the members of the state committee making decisions on how to proceed. I guess most of you might have listened to his talks on YouTube, on the channels. It's just for that moment of introduction that I've been given an opportunity to introduce him. And I'm sure that all of you would enjoy his session. Thank you. Thank you, Senior, very much. Anish, over to Anish. Bindusha, you can moderate.
the session. Crystal can. ഇനിയിപ്പോൾ നമുക്ക് അനീഷ് സാറിന്റെ കേൾക്കാം. Thank you. Yeah, ma'am, for that nice introduction. Respected Rajmohan sir, Vinita madam, respected leaders of the union. എനിക്ക് തോന്നുന്നു ആ ഇൻട്രൊഡക്ടറി സെഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എ ഫോർമൽ പ്രസന്റേഷൻ ഓൺ റിസർച്ച്. കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അനീഷേ. കാരണം നമുക്കൊരു ജനറൽ ഐഡിയ വളരെ സിംപ്ലിഫൈഡ് റിസർച്ച്, ഹൗ ടു സ്റ്റാർട്ട് റിസർച്ച്, എസ്പെഷ്യലി ദ മെത്തഡോളജി ആസ്പെക്ട് ഇൻ സിമ്പിൾ ടേംസ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് അവരുടെയും കൂടെ സൗകര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഓഡിയൻസ് ആണ് ജനറലി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടെ ഒരു ജനറൽ പ്രാക്ടീഷണേഴ്സ്, നോട്ട് ഡൂയിങ് എ ലോട്ട് ഓഫ് റിസർച്ച്, അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കേൾക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ റിസർച്ചിൽ എക്സ്പീരിയൻസ് ഉള്ള കുറച്ചുകൂടെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു എക്സ്പീരിയൻസ്ഡ് ഗ്രൂപ്പിനോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. So my presentation was actually something, one of the basic one. But definitely I will share my presentation. The presentation ഞാൻ ഇന്ന് പ്രധാനമായിട്ട് എൻ്റെ ചില എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ബാൻഡ് വിഡ്ത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. I will share my presentation. Is it visible, my presentation? Yes, കാണാം സാറേ. I just titled slideshow. I think it is in slideshow, sir. Okay. Madam, slideshow ഇല്ലല്ലേ ഇപ്പോൾ? അതെ. ഞാനിതൊരു ഇതിന് ടൈറ്റിൽ വരുത്തിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്നാണ്. അതായത് ജസ്റ്റ് ബേസിക് തിങ്സ്. I will just describe or explain or discuss some of my experiences related to maybe getting the help of general practitioners, how a medical practitioners at the grassroots level can go for research and something. You may be familiar with these kinds of pictures. This is from one of the publications where I was also involved. You can see there are skin lesions, nodular skin lesions with necrotic and violaceous hue. This is a typical appearance of cutaneous lesion. One of the clinics in Trivandrum, a patient presented with these kinds of a skin lesion. It was in 2011. So nobody was thinking at that point of time it is cutaneous leishmaniasis, because at that point of time cutaneous leishmaniasis was present only in people coming from Gulf. We never thought that there is a focus of cutaneous leishmaniasis in our district. So people thought that this is a manifestation of a skin TB or leprosy. But one of the physicians or one of the dermatologists, he thought that it could be cutaneous leishmaniasis, even if there is no history of migration in this particular patient. So she just get the help of the Department of Community Medicine, Government Medical College, Trivandrum. Then Dr. K. Vijaykumar was the professor and head. And we visited that area and we found so many people are suffering from these kinds of skin lesions. You can see one of the pictures which we collected from the field. And you can see two lesions in this particular picture. One is very prominent here and one is here. It's just like a healed lesion. It's not that much typical of a cutaneous leishmaniasis. And then we took a sample, and with the help of a pathologist in Government Medical College, Trivandrum, we identified the emastigode form, that inclusion body of leishmania here, and we could made a culture with the help of microbiology of Government Medical College, Trivandrum, and we actually prepared the NNN medium, and we took a sample and we just cultured a sample in that medium, and we could grow the flagellated promastigode form of this Leishmania donovani. So then we again visited that place and we could identify lots of sandflies. These are the vectors of leishmaniasis.
Well, this is actually, you can see that so many people we are just coming across a problem, and so many people are coming together, and we are trying to solve a problem. We are identifying a focus of a new disease. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ബിക്കോസ് I was more towards infectious diseases. I am doing things in infectious diseases. My experiences will be more towards the infectious diseases. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലാത്ത ആൾക്കാർക്ക് അത് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളതല്ല. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഫോർ എക്സാമ്പിൾ ഗൈനക്കോളജി എന്നുള്ള ഒരാൾ പറഞ്ഞു, ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗൈനക്കോളജിക്കൽ തിങ്സ്, സോ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് ഹാവ് ഓർ വി ക്യാൻ സീ ദീസ് പ്രോബ്ലംസ്. Sometimes these problems will be manifested at the field. Sometimes this problem will be recognized first by a clinician who is there in the field, but she can have a team and she can actually build a team and we can solve the problem. That is one of that experience that I have got. And it came up as a publication. This is not published in a very good journal, but it is actually something very rewarding that we could identify a new focus of cutaneous leishmaniasis in tribal belt of Kerala, rather in Trivandrum district. So Dr. Chitra is also there in this group. Chitra may be remembering that during COVID, there was a big outbreak of COVID-19 in a orphanage. It is not an orphanage, but it is an old age home. It was during early part of COVID pandemic, when we were trying to protect the orphanage. But there was a big outbreak in an orphanage near Srikari, and we could just go there, and we were trying to find out what was the outbreak and what was the reproduction number and the epidemiological features of those outbreak. We could collect samples. At this point of time, you may think that is not very important, but at that point of time, when the COVID-19 was not that much rampant, we could collect sample, and we send the sample to IAV, and IAV could just do the complete genomic sequencing of that particular virus, and we could find a particular what are the genetic nature of those virus, and they published this in Indian Journal of Public Health. So that is another experience where the clinicians coming together and actually making publications, and rather than making publication, we are trying to solve problems that we face. This is another experience. Here it is regarding post-COVID syndrome. But at that point of time, you may be not, the time of publication is not here in this paper. It is actually early part of COVID-19 pandemic, where people were seldom speak about the post-COVID syndrome. So one of the clinicians who was working in one of the PHCs in, I think it is in Pulluvilla, and her name is here in this group. You can see that Tingle Thomas Annie. And she's actually a physician, a GP, or rather a person who is working in a primary health center. And somebody calling somebody. Am I audible? Am I audible? Yes, sir. Okay. Then we made a group, and we went there and we followed them, and we could identify some symptoms early. This may be one of the earliest papers on post-COVID syndrome from Kerala. So that is again, it's actually initiated from the field. A physician who is working in a PHC, and she could initiate a team, and it was actually end up in a very good publication like this. This is again, you can see the same name here, that is Annie Tingle Thomas. When she was working at the PHC, you can see the PHC, Primary Health Center, Vattiyurkavu, Thiruvananthapuram. When she was there was a dengue outbreak, and this dengue outbreak is very notorious because it is the dengue outbreak of 2017. 2017 is the year where the dengue cases in Kerala was maximum. It was considered, or it was thought, because of a genomic shift, that the genome, that is the serotype 2 of dengue, was rampant in Kerala. But in 2017, there was an emergence of serotype 1, that is DenV1, that you can see in the title. And DenV1 emerged, and because of the emergence of new dengue serotype, you may be knowing that if there is a new dengue serotype is emerging over an existing
endemic one, there will be large outbreaks of dengue. Sometimes there will be the number of dengue hemorrhagic fevers and dengue shock syndrome is going to be increased. And we identified again, there is a cluster. Then eventually we found that it is the reason for the large outbreak of dengue that happened in 2017. You can see that how much a primary health physician who is just considered as a person who is going to a PHC and looking after her OPD is contributing to a medical literature, and how this is very important for fighting against a large outbreak for a state like Kerala. So this is another instance where a physician in Malappuram, she identified a new case. It was just like a chickenpox, but it was not really chickenpox. It is the first case of buffalo pox in Kerala. So in 2022, again, you can see that these kinds of things, I already mentioned that I am working things, my experience is more in infectious diseases. If you just look at an infectious diseases, you can see that an infectious disease will present in a primary health center or in a small clinic. And sometimes that will be very important for our state. Sometimes it may be very important for humanity. So this is another instance. Here, what happened to us in one of the areas of Trivandrum corporations, that is there in Chala and that Niramankara, Karamana area. Those areas were affected by a new fever, and it resembled a lot the chikungunya fever that was present in 2016 and 2006 and 2007. Actually, it is very important in these kinds of large outbreaks of infectious diseases, because in 2006, people identified that the new disease transmitted is chikungunya only after the whole state was affected by chikungunya. At least a large part of Trivandrum and Alleppey districts were affected in 2006. Then only the physicians could diagnose or detect that the large outbreak of fever and joint pain is because of chikungunya. Because we were not aware that this kind of a fever is there till that point of time. And we were not inclined to medical research. We were not actually studying the literature. And we were just treating them as clusters of fevers and joint pain. Wherever there is outbreaks of fevers and joint pain, definitely we will just treat them symptomatically. And that is the thing, that is the usual thing that we do. But actually, if we are making a team that could do something, we can identify the factors responsible for these outbreaks. And even we can identify new outbreaks. Because of climate change and all, there will be new outbreaks of infectious diseases in future. So the same thing is for any other problems. For example, if you want to identify now there is a huge outbreak of breast cancer. You may be noticing that. Breast cancer is behaving just like a pandemic. So what are the risk factors of breast cancer incidence in Kerala? What make our women or ladies more prone for this much number of breast cancer? So the lifetime risk of breast cancer for a woman in Kerala is somewhere around 15%. That means out of 100 people, 15 people may develop breast cancer during their life course. So what are the reasons? We do not know. We've never identified the reason. Whenever there is a breast cancer cases, we will try to screen it early. Sometimes we will be doing a surgical correction of these things, and we may treat with chemotherapeutic agents, but never we will inquire what is happening there. Is there any remedies for these things? We never discuss. So this is another outbreak in Trivandrum. And at that point of time, the medical officer who is working in a PHC, who is Attugal Hospital, that was a private hospital, Dr. Mahesh Sukumaran, he was actually approaching us, and we were making a team, and we were investigating and finding out this is a chikungunya. That is actually some mutations were happened again in the 2006-2007 variety that was spread in Kerala. This finding is very important because as we are crossing somewhere around 20 years from the last outbreak of chikungunya, we may be having a lower herd immunity threshold at this point of time. And we may face another outbreak, a big outbreak of chikungunya, maybe in the coming 5 to 10 years.
So because chikungunya may recur, the big outbreaks of chikungunya may recur from 25 to 30 years. So we are approaching that 25 to 30 years margin. And at any point of time, we can have a large outbreak of chikungunya. At that point of time, these analysis is very, very important. And you can see that this is published in a very good journal, published by Elsevier, that is Journal of Clinical Virology Plus. This is again another instance where sometimes, suppose a person, a Gulf returnee is coming to a dermatologist or maybe a physician, and she has shown a lesion, a peculiar lesion, which may look like chickenpox, but may not be chickenpox. And if you are aware of the clinical features of monkeypox, and if you are up to date in literature, you can pick up cases. And sometimes, as the new diseases are emerging, for example, at any point of time, the high priority avian influenza could be a human pandemic. And our area, that is not only the Kuttanad Alleppey area, you may be knowing that every other districts in Kerala identified the avian influenza strain in birds. So at any point of time in Kerala, even in Kerala, we can identify maybe human cases of avian influenza. So every clinician should be trained so that sometimes he may be coming across the first case of human avian influenza in Kerala. At any point of time, you can have a Nipah case in Kerala, because you may be knowing that the pteropoid bats in our environment are actually having high prevalence of virus, and the seroprevalence is as high as 30% in some part of some seasons. So at any point of time, any hospital, a person can present with AES, that is acute encephalitis syndrome, and acute respiratory distress syndrome, and she may or he may turn to be a Nipah patient. So we have to be very vigilant, and we have to have a culture of observing and taking inferences and noticing things and recording things. And all these things are very, very important for a clinician. So the research attitude is very, very important for a clinician in her clinical practice itself. It is not only whether she is going to do a proper research or not, but the research culture is very important, because it will solve a lot of problems for her in her clinical practice. So this is another important instance that we published another paper in International Journal of Health Equity. So that is this about children. What happened to our children during COVID times? This is very interesting that some of our friends were meeting in WhatsApp and we were chatting together, and we just thought, okay, we are there in different part of Kerala and maybe working in different hospitals. And many children are coming to our hospital, because in COVID times, maybe hospitals were the locations which were functioning. Because in Kerala, the immunization services were going through, and it was not faced a standstill. And children were coming to hospital. And why can't you ask these children what they are doing, what they have lost? Okay, instead of playing with their peers, what they are doing. So it's actually, this paper is a very interesting paper, and we identified that children were losing their friends, but they were getting more their mother. The mother was more or less in home. Most of the children, the availability of mother was more. The availability of grandparents were more during COVID times. The only thing they lost is maybe their friends. Instead of their friends, they are getting a grandfather or grandmother support. At that point of time, it is very important that the protecting grandfathers and grandmothers to prevent infections in children. And it's a very important thing that even this group can just think about conducting a research on immunization. Because immunization, if you look at the philosophy of immunization among children, the whole philosophy is rooted in a theory called herd immunity. That means we are thinking that the children will play with children. Children will spend their time with other children. And if one child is infected by a virus, this infection can transmit to the other children. But you just look at what happened in the socio-cultural situation of our state. Most often, the children are not spending time with children, but the children are spending time with their grandparents. The proportion or the number of grandparents are very, very low. Sorry, very, very high.
if you look at Kerala, we will see that only 5% of your total population is below 5%, 5 years, but almost 15 to 20% of your population is aged more than 65 years. That means the number of elderly people is 3 times that of children. So these children are spending time with their grandparents. These children can get infection and it may be transmitted to grandparents and it can kill the grandparents, because the immune mechanism from the COVID-19 we could identify, or we could understand that for respiratory illnesses, children are actually immune. Not immune in the sense they will survive, but the elderly people, they may be succumb to these kinds of diseases. And it can happen in the vice versa. That is the infections that is happening in the elderly people, because we are not keen to immunize our elderly population. But this elderly population, because of the same herd immunity that we are talking about, they can infect the children. So now the things changed, and we have to think about immunizing the elderly people. And even we can conduct a study, what is the effectiveness of elderly immunization or immunization of old age people in the protection of our children. So this is a very important paper, and the importance of this paper is different part of Kerala, we were working together as friends, and we were collecting some samples from each and every hospitals from where we were working, and we were sharing this information, and we were coming out with a very good paper. That is not only, just I have already mentioned, it's not coming out with paper or something. It is actually trying to solve a problem or to identify an issue, or it's actually it's a fun also. So a researcher, it's actually everybody is a researcher at their own sense. So these are for me, this is not based on any textbooks or something. These are the things that a researcher should have: the inquisitiveness, commitment or empathy, observation and inference, and documentation. That is a very important thing. And the researcher should have an ethical background. So I will just share some of the instances from maybe from our state, maybe from other part of the world. This is the example that I usually hear from Dr. C.R. Soman. Dr. C.R. Soman, he maybe whenever we were discussing about medical research, that is the name that we should never forget, because I consider him as the father of medical research in Kerala at least. So this is a phenomenon that in the left-hand side, you can see an X-ray where the entire pancreas is calcified. This is chronic calcifying pancreatitis. And it is supposed that cassava, that is, or maricini, that is kappa, is responsible for these kinds of an issue in middle-aged women in Kerala. The chronic calcifying pancreatitis may be because of alcoholism, and so many other risk factors are there. But for a woman who is in their middle age, is suffering from these kinds of disease, just like in a pandemic proportion or an epidemic proportion, then there is something is there. And it was thought that the hydrocyanic acid present in the tapioca is responsible for this phenomenon. But never we could conduct a research on that. That is the one thing that we have to do. So many phenomena are coming and going. We are not conducting any research on that. Even if you are conducting research, we won't publish these things. That may not be available for the rest of the community. Another important example, you may be remembering that during COVID times, there was large outbreaks of mucormycosis, but we do not know what are the reasons for mucormycosis. Is it was because of the high steroids were used in treatment of COVID-19, and steroids use actually lowering the immune system of the patient, especially for the patient suffering from diabetes. That is considered one of the reason. Another reason is at that point of time, people were using large amount of oxygen. These oxygens were commercial oxygen rather than oxygens that usually supplied in hospital, because the need of oxygen was much high. This commercial oxygen may contain high amount of microspores. That may be the reason. So many postulates and hypotheses are there, but never we identified, okay, we couldn't pinpoint, okay, this was the reason for this large outbreak. Dr. C.R. Soman again used to tell
about thromboangiitis obliterans. And it was when I was doing my UG training in Trivandrum Medical College, you can see so many cases of thromboangiitis obliterans. Now, now also there are cases of thromboangiitis obliterans, but it's very, very rare. So what happened to thromboangiitis obliterans? What were the risk factors? Never we could identify. So many phenomena are coming and going. Never we are studying these things. This is another example of commitment and empathy. This is William McBride. You may be knowing that story. And once gynecologists were prescribing thalidomide for patients to prevent hyperemesis gravidarum. But now we know that it is a drug which has got a huge teratogenic effect, and it will. So this is just a doctor who identified some of the children whose mother were using thalidomide and end up in these kind of conditions. That was not conclusively proved at that point of time. At least he tagged that this kind of an issue is there, and it eventually it was translated to the prohibition of that particular drug to be used in pregnancy. This is again, you may be knowing that pneumocystis carinii pneumonia in US in 1980, some cases of pneumocystis carinii pneumonia cases reported that eventually end up in identification of the new pandemic, that is HIV/AIDS. So because pneumocystis carinii is not very common to produce pneumonia, especially in a cluster of pneumonia. So whenever you are a clinician is seeing a cluster of pneumonia cases from a rare disease or rare infectious agent, then there is a matter of concern, and it is actually coming out like with a result. So this is sometimes you may be knowing this person. This is Samuel Hahnemann. നമ്മൾ പൊതുവെ ഹാനിമാനെ ചിത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിൽ നമ്മൾ പറയുന്നതെങ്കിലും സാമുവൽ ഹാനിമാൻ, ഞാനിതൊരു പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സാമുവൽ ഹാനിമാൻ വാസ് ആക്ച്വലി എ ഡോക്ടർ. ഹി വാസ് നോട്ട് എ സാമുവൽ ഹാനിമാന് മുമ്പ് ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ടായിരുന്നില്ല. സാമുവൽ ഹാനിമാന് ശേഷമാണ് ഹോമിയോപ്പതിക് മെഡിസിൻ വരുന്നത്. അപ്പൊ അന്നത്തെ കാലത്തെ മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയിരുന്നു സാമുവൽ ഹാനിമാൻ. യു മേ ബി നോയിങ് ദാറ്റ്. പക്ഷെ അന്നത്തെ കാലത്തെ മോഡേൺ മെഡിസിൻ വളരെ പത്തറ്റിക് ആയിരുന്നു. ദർ വാസ് the modern medicine, it was not actually modern medicine. That was Samuel Hahnemann himself called it is allopathy. So allopathy means other medications and other therapy. So they were not using or not practicing any scientific medicine at all. At that point of time, this person who just resigned from his job was just dead. ഇത് കേട്ട് കണ്ട് മനമെടുത്തിട്ട് ആൾക്കാരുടെ സഫറിംഗ് ഒക്കെ കണ്ട് മനമെടുത്ത് അത് ഇട്ടിട്ട് പോയ ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു സാമുവൽ ഹാനിമാൻ. പക്ഷെ സാമുവൽ ഹാനിമാന്റെ പിന്നിലുള്ള ഇൻഫറൻസസ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. ബട്ട് ഹി വാസ് ആക്ച്വലി ഡൂയിങ് എ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ. വാട്ട് യു ആർ സീയിങ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ സിങ്കോണ പ്ലാന്റ്. സിങ്കോണ പ്ലാന്റ്, യു മേ ബി നോയിങ് ദാറ്റ് ഫ്രം സിങ്കോണ we were taking quinine, which was the first drug used in malaria. അപ്പോൾ അന്നത്തെ കാലത്ത് ആകെ എവിഡൻസ് ഉള്ള ഒരു സാധനം ക്വിനീൻ കഴിക്കുന്ന ആൾക്കാർക്ക് മലേറിയ മാറുന്നു എന്നുള്ളതാണ്. സോ സാമുവൽ ഹാനിമാൻ വാസ് കണ്ടക്ടിങ് സം എക്സ്പെരിമെന്റ്. Without malaria, he consumed the leaves of സിങ്കോണ. ഈ സിങ്കോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പാണ്, സാധനം കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും പുള്ളി സ്വയം എക്സ്പെരിമെന്റിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഇല കഴിച്ചു. Now people think that Samuel Hahnemann has got some severe allergic response to Syngona, and definitely he developed the malaria-like symptoms. So that was considered as the basis of his theory that healthy ആയിട്ടുള്ള ഒരാൾക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് കൊടുത്താൽ ഡിസീസ് മാറും എന്ന് ഇപ്പൊ നമ്മൾ അൺസയന്റിഫിക് എന്ന് പറയുന്ന തിയറിയിലൊക്കെ പോകുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് വാട്ട് യു ആർ ഒബ്സർവിംഗ് may not be right. That is a very important steps for a doctor, especially for a practicing doctor. കാരണം എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ആർ എ പ്രാക്ടീസിങ് ഡോക്ടർ ആൻഡ് യു ആർ പ്രാക്ടീസിങ് ഫോർ 50 years and you will be having so many experience and you will think that all your experience is true. These are anecdotal evidences. We may go or in the trap of an anecdotal evidence. Anecdotal evidence നിങ്ങൾ കാണുന്ന കാര്യം പൂർണ്ണമായിട്ടുള്ള കാഴ്ചയാകണമെന്നില്ല. So the collective experiences and collective knowledge is better than anecdotal experiences, and it is valid and precise more than that of anecdotal experience. That is the researcher's mind. Only a researcher can identify how much the anecdotal experiences and knowledge are different from that of the collective experiences and knowledge. So that is a very important skill that a researcher used to get.
ഇത് സംടൈംസ് നിങ്ങൾ ഏതെങ്കിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് പത്രത്തിലൊക്കെ വളരെ കാര്യമായിട്ട് വന്നതാണ്. യുവാക്കളിലെ അകാല മരണം, വില്ലൻ ഫാസ്റ്റ് ഫുഡ്. ഈ ന്യൂസ് ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഹൗ യു should not conduct a medical research. You should not conduct a medical research. So in forensic medicine, some children were posted because of their, I think it is their optional posting or something like that. They collected some secondary information from that department, and they identified that in young men who died maybe early morning or night, they identify some pieces of meat in their stomach. സോ അതുകൊണ്ട് അവസാനം കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ രാത്രിയിൽ മീറ്റ് കാര്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ മരിച്ചു പോകും എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് അവരെത്തുകയും അവരതൊരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാൻ പോയില്ല, ഇവൻ നോട്ട് ഇൻ എ കോൺഫറൻസ്, ദേ ജസ്റ്റ് പബ്ലിഷ് ഇറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ. ദിസ് ഇസ് എ വെരി വെരി ബാഡ് ട്രെൻഡ്. ദാറ്റ് കാരണം ഇത് പിന്നെ a hypothesis that you will study, that a hypothesis could be tested in a comparative study. ഒരു വൺ ഗ്രൂപ്പ് സ്റ്റഡിയിൽ യു കനോട്ട് ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ, കള്ളു കുടിച്ചാലാണോ ഇഡ്ഡലി തിന്നാലാണോ ആളുകൾക്ക് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാവുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് റോഡ് ട്രാഫിക് ആക്സിഡന്റ് വന്ന് മരിച്ച ആളുകളുടെ വയറ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇഡ്ഡലി ആയിരിക്കും കൂടുതൽ കാണുന്നത്, കള്ളായിരിക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ ആളുകളെല്ലാം ഇഡ്ഡലി കഴിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആക്സിഡന്റ് പറ്റിയ ആൾക്കാരുടെ വയറ്റിൽ ഇഡ്ഡലി കാണും. അപ്പൊ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ അബദ്ധമാണ് അവരിവിടെ കാണിച്ചത്. മലപ്പുറം ജില്ലയിലാണ് സ്റ്റഡി നടത്തിയത്. മലപ്പുറം ജില്ല, യു നോ ദാറ്റ് പീപ്പിൾ യൂസ് ടു ഈറ്റ് മേ ബി മീറ്റ്. സോ ദാറ്റ്, അപ്പൊ അതാണ് അവരെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദർ ഇസ് അൺനെസസറി ഫിയർ മേ ബി ബിൽഡിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി. സോ ദ റിസർച്ച് ഈസ് യൂസ്ഡ്, ദിസ് ഇസ് നോട്ട് എ സ്യൂഡോ സയൻസ്. റിസർച്ച് നമ്മൾ സയൻസ് ആണെന്ന് തോന്നും, ബിക്കോസ് ദേ കണ്ടക്ടഡ് സം ഡേറ്റ കളക്ഷൻ ആൻഡ് ഓൾ അതർ തിങ്സ്. ഇപ്പൊ ഇങ്ങനെയുള്ള ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നുള്ളതും ഡെഫിനറ്റ്ലി റിസർച്ചിന്റെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അതാരും ചോദിക്കില്ല. ദിസ് ഈസ് എ സ്പെഷ്യൽ സബ്മിഷൻ ഇൻ കേരള നിയമസഭ based on this particular media report. And this has made a huge problem in the state, and people were thinking that if you eat some amount of meat in the night, you may likely to die during your sleep. That is something you should not do, especially if you are not able to conduct a proper research. At least do not go for conducting this. That is a very important thing. Another thing is ethics. Ethicsനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. Each and every steps you should move with ethics. കാരണം നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടു കൂടി എടുക്കുന്ന ഒരു സാധനമുണ്ട്, അത് ഹിപ്പോക്രാറ്റസ് ഓത്താണ്. ഹിപ്പോക്രാറ്റസ് യൂസ് ടു ടേക്ക്, or the disciples of Hippocrates used to take an oath after the training. That was his culture. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. But from Hippocrates lived, maybe I think he lived in around 500 BC or something like that. For another 1500 years, no doctors were taking oaths. From 1948 onwards, people were used to take oath. 1948 എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് നമ്മളെല്ലാം ഓത്തെടുത്ത് എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കും വളരെ അഭിമാനകരമായിട്ടാണ് നമ്മൾ ഓത്തെടുക്കുന്നത്. പക്ഷെ ആക്ച്വലി ഡോക്ടേഴ്സ് ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന്റെ, ഡോക്ടർമാർ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ എന്താ പറയുക ചതിയുടെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഇപ്പോഴും ഓത്തെടുക്കുന്നത്. വേറെ ആരും ഓർത്തെടുക്കുന്നില്ല. നമ്മൾ ഓത്തെടുക്കുന്നതിന്റെ കാരണം നമ്മൾ ഏത് സമയവും വഴിതെറ്റി പോകും എന്നുള്ളതുകൊണ്ടാണ്. വഴിതെറ്റി പോകുന്ന ആൾക്കാരാണ് ഓത്തെടുക്കുന്നത്. വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന മന്ത്രിമാർ ഓത്തെടുക്കുന്നത്. സോ ഓത്ത് വന്നിരിക്കുന്നത്, യു മേ ബി നോയിങ് ദാറ്റ് ഡോക്ടേഴ്സ് ട്രയൽ, നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറെ സഹായിച്ച ഒട്ടേറെ ആൾക്കാർ ഡോക്ടേഴ്സ് ആയിരുന്നു. They were conducting unnecessary, unscientific and unethical experiences on fellow men. സ്വന്തം സഹോദരന്മാരുടെ ദേഹത്ത് ഏറ്റവും അനാവശ്യമായിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കൂട്ടം ഡോക്ടേഴ്സ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ന്യൂറംബർഗ് ട്രയലിൽ ഒരു ഡോക്ടേഴ്സ് ട്രയൽ തന്നെയുണ്ട്. ഹിറ്റ്ലറെ സഹായിച്ചിരുന്ന ഡോക്ടർമാരുടെ ട്രയൽ തന്നെയുണ്ട്. യു ക്യാൻ സീ ദാറ്റ് പിക്ചർ ഇൻ ദ ലെഫ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദി സ്ലൈഡ്. അതുകൊണ്ടാണ് അന്ന് ഡോക്ടർമാര് മറ്റ് സമൂഹത്തിന് ഒറ്റുകൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഒറ്റുകൊടുക്കൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓത്തെടുത്ത് തുടങ്ങിയത്. സോ ഓത്ത് ഈസ് ആക്ച്വലി ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ അതിനെപ്പറ്റി അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ഓർമ്മപ്പെടുത്തലാണ്.
So whenever you are conducting a research, most often you are conducting research in human bodies. Often you may be dealing with human subjects, the secrets, because so it is actually something very, very much personal. So we are dealing with so much personal information, even we can harm them. So we have to be very ethical while conducting research. അതുകൊണ്ടാണ് മെഡിക്കൽ എത്തിക്സിന് പുറമെ ഒരു റിസർച്ച് എത്തിക്സും കൂടെ. മെഡിക്കൽ എത്തിക്സ് ആവശ്യത്തിലധികം ഉണ്ട് നമുക്കറിയാം. അതിന് മുകളിൽ whenever you are conducting a research, definitely there are so many ethical issues in research. So in this session, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, because it is not a formal session at all. I am just introducing something just before. നമ്മൾ ആ പടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ വെളിയിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, because we don't have enough time also. The next session, we may have a formal session. So out of this, going through this process, we will definitely gain a lot of knowledge. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അറിവ് നേടാൻ ഏറ്റവും നല്ല മാർഗം റിസർച്ച് ചെയ്യാന്നുള്ളത്. കാരണം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കട്ടിങ് എഡ്ജിൽ നിൽക്കാതെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. If you are conducting a research on breast cancer, definitely you have to learn a lot about breast cancer. നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ ദ കട്ടിങ് എഡ്ജ് എന്ന് മാത്രമല്ല, യു വിൽ ബി വിത്ത് എ റഫറീസ് മൈൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ മെഡിക്കൽ റെപ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയോ നിങ്ങൾ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി വായിക്കുകയോ നിങ്ങളിലേക്ക് ആരെങ്കിലും പർപ്പസ്ഫുൾ ആയിട്ടൊരു ഇൻഫർമേഷൻ കടത്തിവിടുകയോ ചെയ്യുന്ന പോലെ അല്ല. You are conducting a research means you are in the cutting edge knowledge. That knowledge will help you a lot. Not only you, it will be helped by your patients. You will definitely know what is beneficial for the patient. കാരണം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് മുഴുവൻ നിങ്ങൾ അറിയും. നിങ്ങളുടെ എക്സ്പീരിയൻസിന് അപ്പുറമുള്ള കാര്യങ്ങളും ലോകത്തുണ്ട് എന്നുള്ള കാര്യം അറിയും. And you will identify that your experience is something like a level 3 evidence. Your experience is also an evidence, but it is a level 3 evidence. There are level 2 evidence, level 1 evidence from the collective experiences. And you will get an analytical mind and you will develop your skill, and it will help you to practice your clinical practice based on evidence, because you know what is the real knowledge or real new knowledge. And you won't be in the trap of anecdotal inferences, and you will be developing some kind of a humility, because you may be knowing that you are nothing, and actually a lot of people know a lot of things rather than more than that of you. And another thing is the fame, peer recognition, satisfaction, and all these things. On money, it may, I am not sure. Sometimes you may lose money while conducting the research. So you need a lot certain skills, and maybe ഒരുപാട് വായിക്കാതിരിക്കാൻ പറ്റില്ല. You should have ഒരു observation and skill വേണം, perseverance definitely വേണം, and you have to document things. And definitely alone we cannot conduct a good research. That is 100% sure. Alone we cannot succeed in research. You should make groups or make teams, and you have to identify your weakness so that you can identify somebody who can fill those gaps. So these are the things I wanted to communicate to you at the outset. I'm sorry that it is not a formal research methodology class at all. That is partially because I underestimate you. Thank you, Anish. Can you stop the screen sharing? Yes. And we have an interaction time for about nearly 5 to 10 minutes. I don't know. That depends on the interest of the participants. Vishnu, you want to ask some question? സർ, താങ്ക് യു ഫോർ ദ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. എനിക്ക് തിയറട്ടിക്കൽ ക്ലാസ്സിനെക്കാളും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. വൈ വി ഷുഡ് ബി ഡൂയിങ് റിസർച്ച് എന്നുള്ളത് അത് ക്ലിയർലി സാർ പറഞ്ഞു. മോസ്റ്റ്ലി ടൈം കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ടൈം കൺസ്ട്രെയിൻസ് അല്ല, അതിൻ്റെ മോട്ടിവേഷൻ ഇല്ലായ്മ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സാർ പറഞ്ഞ പോലെ കൊളാബറേറ്റീവ് റിസർച്ച് പലപ്പോഴും ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കൊളാബറേഷൻ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം തോന്നിയിട്ട് പിന്നെ അതൊന്ന് മാറാനും പറ്റില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായി പോകാറുണ്ട് പലപ്പോഴും. അതാണ് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വളരെ രസകരമാണ്. പ്രത്യേകിച്ച് അനീഷ് സാറുടെ ഔട്ട്ലുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ താങ്ക് യു ഫോർ Thank you.
rather than comments, please raise questions or issues to be which need clarification, so that everybody will be, of course, comments also is welcome, but more important is because we have very short time. Senior poya. Senior, Rajesh there are colleagues. There are colleagues. സാറേ രാജേഷ് ആണേ. രാജേഷ് പറഞ്ഞു. രാജേഷ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള കുറച്ച് പേരെങ്കിലും പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ റിസർച്ചിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും IEC വേണ്ടി വരുമല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക് IMA കഴക്കൂട്ടം ഇപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത സ്ഥിതിക്ക് നമുക്ക് IMAക്ക് ഒരു IEC രൂപീകരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിന്റെ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? IMAക്ക് IEC ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി രാപകൽ അധ്വാനിച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. യാദവ് പോയവിടെ ഉണ്ടോ? യാദവ്, ഈ ചോദ്യത്തിന്റെ ഉത്തരം യാദവ് എന്ന് പറയുന്നത് നല്ലത്. നമ്മുടെ ഡോക്ടർ രാജേഷിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു 50 കിലോമീറ്ററിനകത്ത് എവിടെയെങ്കിലും ഒരു എത്തിക്സ് കമ്മിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലോ ഇൻസ്റ്റിറ്റ്യൂഷനോ കാണും. അപ്പൊ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 വഴിയുണ്ട്. ഒരു വഴി എന്ന് വെച്ചാൽ എക്സ്റ്റേണലായിട്ട് തന്നെ വേറെ ആരെയും കൂടാതെ സബ്മിറ്റ് ചെയ്യാം. ഹലോ ബിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ബിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ബിനോയ്. യാദവ് പറഞ്ഞോ. യാദവ്. അപ്പം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും എത്തിക്സ് കമ്മിറ്റി ഉള്ള ഒരു 50-60 കിലോമീറ്ററിനകത്ത് കാണും. അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. 2 വഴിയാണുള്ളത്. ഒന്ന്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എക്സ്റ്റേണലായിട്ട് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഏറ്റവും എളുപ്പം, വർക്കൗട്ട് ചെയ്യാൻ എളുപ്പം ആ ഹോസ്പിറ്റലോ അല്ല എത്തിക്സ് കമ്മിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരാളോട്ട് കൊളാബറേറ്റ് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ എളുപ്പം. IMAക്ക് ഒരു എത്തിക്സ് കമ്മിറ്റി ഉണ്ടാകുന്ന ഐഡിയ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അനീഷൊക്കെ IMAയിൽ ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മളെ അനീഷിന്റെ തിരക്ക് അന്നത്തെ എത്തിക്സ് കമ്മിറ്റിയുടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വക്കിൽ തന്നെ എത്തി. പിന്നെ എന്താന്നുള്ള ഒരു പ്രൊസീഡിങ് നടന്നില്ല. അതായിരുന്നു എനിക്കൊന്ന് അടുത്ത ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്കുള്ളതാണോ എന്തോന്ന് എനിക്കറിയില്ല. അടുത്ത ശ്രീകുമാർ എനിക്കൊന്ന് ശ്രീകുമാർ കുറെ ഇൻട്രസ്റ്റ് എടുത്തു. പിന്നെ വിചാരിച്ച പോലെ നടക്കാത്തപ്പോ അങ്ങ് പോയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഭാരവാഹികൾ വന്നപ്പോഴാണ് സാറേ അത് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ മനസ്സിലായി. ബിനോയ് ഉണ്ടോ? ബിനോയ് ഉണ്ട് സാറേ, പറഞ്ഞോ. IMAയുടെ സ്റ്റാൾവാർട്ടാണ് ബിനോയ് പറ. IMAക്ക് എത്തിക്കൽ കമ്മിറ്റി വേണ്ടേ? ഇപ്പൊ എന്തോ തീർച്ചയായിട്ടും വേണം സാറേ, തീർച്ചയായിട്ടും വേണം. അപ്പൊ ശ്രീകുമാർ സാറിനെ കണ്ടിട്ട് ബിനോയ് പറ. സീരി സാറാണ് സാറേ എത്തിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ. എവരിബഡി ഈസ് ഗുഡ്. അപ്പൊ പിന്നെ അവരെ കണ്ടാൽ മതി. ഓക്കെ, അല്ല അവര് ഒത്തിരി നല്ലതാ സാറേ. ഷറഫുദ്ദീനും നല്ലതാണ്, സീതി സാറും ഒത്തിരി നല്ലതാണ്. കമ്മിറ്റി SHSRCയിലാണ്. കമ്മിറ്റി ഉണ്ട്. ബിനോയ് പറയുന്നത് മെഡിക്കൽ എത്തിക്സിന്റെ കാര്യമാണ്. ഇത് പറയുന്നത് നമ്മള് റിസർച്ചിന്റെ എത്തിക്സ് അല്ലേ? റിസർച്ചിന്റെ എത്തിക്സ് കമ്മിറ്റി അത് വേറെ. അതാണ് ഈ IEC ഒക്കെ റിസർച്ച് എത്തിക്സ് ആണ് ബിനോയ്. ശരി. Okay, anyway, now the idea we got, kindly continue for that, because ethical committee is very important for IMA if we are seriously doing research. സർ, അതല്ല ഒരു സംശയം കൂടി. അപ്പൊ ഈ കൊളാബറേഷൻ ഇല്ലാണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ? കൊളാബറേഷൻ വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒബ്ജക്റ്റീവും നിങ്ങളുടെ സ്റ്റഡി ഡൊമൈനും ഒക്കെ പോലെ ഇരിക്കും. നിങ്ങൾക്ക് 2 പേര് ചെയ്യാം. ഉദാഹരണമായിട്ട് ലാബറട്ടറി ആളിന്റെ കൊളാബറേഷൻ ഇല്ലാതെ ക്ലിനിഷ്യൻസിന് മാത്രം റിസർച്ച് ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ പുള്ളി ചോദിക്കുന്നത് അതല്ല സാറേ, എത്തിക്സ് കമ്മിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല എന്നാ ചോദിക്കുന്നത്. എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് എന്തായാലും വേണം. യൂഷ്വലി നമ്മൾ ഒരു എത്തിക്സ് കമ്മിറ്റിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ അവര് അവിടുത്തെ ഒരാളെ കൊളാബറേറ്റ് ചെയ്യണം, അതുവഴി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നൂലമാലകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചോദിച്ചത്. പിന്നെ പേഴ്സണലി എത്തിക്സ് കമ്മിറ്റികൾ പൊതുവിൽ പല സ്ഥലത്തും അതൊരു പിന്നെ എത്തിക്സ് 2 രീതിയിലുണ്ടല്ലോ. ഇപ്പം അൺഎത്തിക്കൽ പ്രാക്ടീസ് അലൗ ചെയ്യാത്തതും എത്തിക്കൽ ആണെന്നുള്ളത് പോലെ എത്തിക്കൽ പ്രാക്ടീസിനെ അലൗ ചെയ്യുകയും വേണം. ഈ എത്തിക്സ് കമ്മിറ്റി പലപ്പോഴും അനാവശ്യമായ കടുംപിടുത്തം പിടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എത്തിക്സ് കമ്മിറ്റി ഉള്ളത് നല്ലതാണ്. അനീഷ്, ഡിപ്പെൻസ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉദാഹരണമായിട്ട് എൻ്റെ അനുഭവത്തിൽ RCC അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കൊളാബറേഷൻ. അവിടുത്തെ ഒരാളുണ്ടെങ്കിലേ ഒരു എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കൊടുക്കത്തുള്ളൂ. അതായത് SHSRC അങ്ങനെയല്ല. SHSRC അവിടുത്തെ ആളുകളൊന്നുമില്ല, അവർ
കമ്മിറ്റി ക്ലിയറൻസ് കൊടുക്കാറുണ്ട്. ദേ ആർ ഡൂയിങ് ഇറ്റ്. ഹെൽത്ത് സർവീസിലെ ആൾക്കാർക്കാണെന്നുള്ളതേ ഉള്ളൂ. എനിവേ നമുക്ക് എത്തിക്സിൻ്റെ എന്തായാലും ഒരു ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതെടുക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതും ഇതുപോലെ തിയറി അല്ല, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എന്തൊക്കെ ഫോർമാലിറ്റീസ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അതർ ഇഷ്യൂസ് ഡിസ്കഷൻ. സാറേ കവിതയാ സാർ പറഞ്ഞ കവിത പോലെ പറഞ്ഞോ, കവിതയൊക്കെ ഉണ്ടല്ലേ, ഞാൻ കണ്ടില്ല. കവിത പറഞ്ഞോ. ഉണ്ട് സാറേ. അല്ല, എത്തിക്കൽ ക്ലിയറൻസിനുള്ള ഒരു മാർഗം ശരിയാവാതെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അല്ലേ സാർ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? സാർ പറഞ്ഞ കാര്യം തന്നെയാ ഞാൻ പറയുന്നത്. പക്ഷെ അതിനും കൂടി അല്ല, എല്ലാം പടിപടിയായി നടക്കും കവിത, നമ്മൾ എല്ലാം നടക്കും. കാരണം ഇപ്പൊ നമുക്ക് തൽക്കാലം Madam, now we have got ethics committee in all medical colleges, and we have got SHSRC, and some institutions like IAV and Indian Institute of Palliative Medicine, and so many people have got their own ethics committee. Now we will use that facility, but during that due course, definitely we should have an ethics committee for IMA. That is അതെ എന്താന്ന് വെച്ചാൽ അനീഷ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരുപാട് സ്ട്രിഞ്ചന്റ് ആവുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഇൻട്രസ്റ്റും കൂടി പോകും. ചില സമയങ്ങളിൽ നമ്മളെല്ലാം ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വലിയ ബ്ലോക്ക് ചിലപ്പോ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് എൻ ഒബ്സ്റ്റക്കിൾ അല്ലേ? അപ്പോ നമ്മള് ഇപ്പോഴേ രാജ്മോഹൻ സാറൊക്കെ വിചാരിച്ചാല് നമുക്ക് IMA തന്നെ ചെയ്യാൻ പറ്റും. നിർഭാഗ്യവശാൽ IMAയിൽ പ്രവർത്തിക്കുന്നവര്, കവിതയുടെ കൂട്ടൊക്കെ സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർ കുറച്ചുപേരേ ഉള്ളൂ, കമ്മിറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്നവർ. യാദവ് കുറെ കഷ്ടപ്പെട്ട ഞാൻ കണ്ടതാ. അവസാനം പിന്നെ നമുക്ക് ശരിയാവാറായപ്പോഴത്തേക്ക് പിന്നെ നടന്നില്ല. യാദവ് എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? എത്ര പിന്നെ അതിന്റെ പൈസയും ചെലവാക്കി പ്രിന്റ് ഔട്ടും ഒക്കെ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടതാ യാദവ്. സാറേ, എത്തിക്സ് കമ്മിറ്റി IMAയുടെ ഉണ്ടാക്കപ്പിന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പാൻ കേരള ഒരു എത്തിക്സ് കമ്മിറ്റി കൊണ്ട് നടക്കത്തില്ല. 60 കിലോമീറ്റേഴ്സ് അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ IMA എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ലോക്കൽ പല ഏരിയകളിൽ വേണ്ടി വരും. അപ്പോൾ ഇപ്പൊ ഏറ്റവും എളുപ്പമുള്ളത് തൊട്ടടുത്ത് എന്തായാലും ഒരു 50 കിലോമീറ്റർ 2-3 എത്തിക്സ് കമ്മിറ്റികൾ കാണും. അപ്പൊ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അതപ്പോ അവിടുത്തെ ഒരു കൊളാബറേറ്ററെ കൂടെ കൂട്ടിയുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്റ്റേണൽ മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പലപ്പോഴും പൈസ കൂടുതലായിരിക്കും. മറ്റതാണെങ്കിൽ പൈസയും കുറവായിരിക്കും. അവിടുത്തെ ഒരു മെമ്പർ, അവിടുത്തെ ഒരു ഫാക്കൽറ്റിയോ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു നഴ്സിംഗ് സ്റ്റാഫ് ആയാലും മതി. അങ്ങനെ ചെയ്യുന്നവരെ എനിക്കറിയാം. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ DC-യിൽ ടേക്കപ്പ് ചെയ്തിട്ട് അനുപമയൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് ടേക്കപ്പ് ചെയ്യാം. ഇപ്പം എല്ലാം സ്ത്രീകളുടെ കഴിവിന്റെയും ഒക്കെ കാലമാണല്ലോ. അതെ സാർ, ഇതൊരു തൂവലായിട്ട് വരും. ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സാർ. നമ്മുടെ മുന്നിൽ SHSRC-യുടെ ഒരു മോഡൽ ഉണ്ട്. SHSRC എൻ്റയർ കേരള SHSRC-യുടെ എത്തിക്സ് കമ്മിറ്റിയാണ് എടുക്കുന്നത്. അതിനിപ്പോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, IMAയിൽ തന്നെ ലീഡിങ് റിസർച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു മേ ബി ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്ത്, ആ ഗ്രൂപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണെന്ന് വെച്ചാൽ മതി. അതിലൊരാളെയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഈ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതാണ് ശരിയാ. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ റിസർച്ചിന്റെ സ്റ്റേറ്റ് ചെയർമാൻ ആയിരുന്ന കാശി വിശ്വേശ്വരൻ സാറൊക്കെ ഉണ്ടല്ലോ. സാറിനൊക്കെ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനേ. അപ്പോ ഇപ്പൊ ആരാ സാർ റിസർച്ച് സ്റ്റേറ്റ് IMA സ്റ്റേറ്റ് റിസർച്ച് വിങ്ങിന്റെ അറിയോ സാർ? എനിക്ക് അറിഞ്ഞൂടാ. എബ്രഹാം കള്ളിവേൽ സാറാണ്. ആരാ? എബ്രഹാം കള്ളിവേൽ. ഓക്കെ, റോയ് സാർ, റോയ് എബ്രഹാം. അല്ല, അത് സാരമില്ല. ആര് ചാർജ് ആയാലും ഇതൊക്കെ ആവശ്യം നടക്കേണ്ടതാണല്ലോ. അപ്പൊ നമ്മൾ തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് ആദ്യം നമ്മൾ ലെറ്റസ് ഗെറ്റ് മോർ എഡ്യൂക്കേറ്റഡ്. സോ എത്തിക്സിന്റെ ഒരു ക്ലാസ് നമുക്ക് എന്തായാലും വെക്കണം. എത്തിക്കൽ സബ്മിഷൻ റിക്വയർമെന്റ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. കൊള്ളാം സർ, എന്തോ വെരി ഗുഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞതാ. ഓക്കെ, താങ്ക് യു കവിത, താങ്ക് യു. അപ്പൊ അടുത്ത എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ബിന്ദുഷ പ്ലീസ് ടേക്ക് ഓവർ. ബിന്ദുഷ. സാറേ, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പ്രസിഡന്റിനെ കൊണ്ട് താങ്ക്സ് പറയിപ്പിച്ചങ്ങ് നിർത്താം. പ്രസിഡന്റ്
മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ ചിത്ര. സർ സാറേ, നമുക്ക് ആക്ച്വലി ഒരു ഡേറ്റ ഓൾറെഡി പ്രസന്റ് ആണെങ്കിൽ നമുക്കൊരു പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ IAC ക്ലിയറൻസ് വാങ്ങണോ? കേസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് IEC ക്ലിയറൻസ് അല്ല, അതിന് പബ്ലിക്കേഷൻ റിക്വയർമെന്റുകളുണ്ട്. കേസ് റിപ്പോർട്ട്, അതായത് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ ഐഡന്റിറ്റി കാണാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ കേസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. എസ്പെഷ്യലി ട്രീറ്റിംഗ് ക്ലിനീഷ്യൻ കാൻ ഡെഫിനറ്റ്ലി, പക്ഷെ ഐഡന്റിറ്റി ഒന്നും കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടെന്നുള്ളത്. ഫോർമൽ IEC ക്ലിയറൻസ് വേണ്ട കേസ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത്. ചിത്ര ഉദ്ദേശിക്കുന്നത് റിസർച്ച് ആണോ? സർ മാഡം കേസ് റിപ്പോർട്ട് അല്ല മാഡം, ഇപ്പൊ റിസർച്ചും അല്ല. നമ്മളിപ്പോ ഒരു 1 ഇയറിൽ നമുക്ക് നമ്മളിപ്പോ ചെയ്ത ടെസ്റ്റുകളിൽ നമ്മൾ ആദ്യമേ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി പോലെ പറയുകയാണെങ്കിൽ അതിന് വേണം ചിത്ര. ഇപ്പൊ എല്ലാ ജേർണൽസും ചോദിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ടായി. അതിനൊക്കെ എന്ത് റിസർച്ചിനും വേണം ചിത്ര, എന്ത് റിസർച്ചിനും വേണം. പക്ഷേ നിങ്ങൾ പത്തോളജി സ്പെസിമെൻസ് ഐഡന്റിഫൈഡ്, അതായത് പറഞ്ഞാൽ ആളിന് ഐഡന്റിറ്റി ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയറൻസ് കിട്ടും. അഗ്രിഗേറ്റ് ഡാറ്റ സ്റ്റഡിയാണ് ഇത്. പക്ഷേ എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് വാങ്ങിക്കണം, പെർമിഷൻ വാങ്ങിക്കണം. പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ല. ആ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നല്ല ഇൻഡെക്സ് ജേർണൽസ് അക്സെപ്റ്റ് വേഗം തരും, അത് അവര് വേഗം തരും. അതെ, ശരി സർ, താങ്ക് യു സർ. വളരെ നല്ല സെഷനായിരുന്നു സർ, താങ്ക് യു സോ മച്ച്. ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിലും കേസ് റിപ്പോർട്ടിനും ഒക്കെ മാത്രമേ ഉള്ളൂ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് വേണ്ടാത്തത്. ഓക്കെ, എനി അതർ ഓവർ ടു സാർ, അതൊന്നും കൂടി പറയാമോ? കേസ് റിപ്പോർട്ടിനും അതിന് മുമ്പ് പറഞ്ഞത് എന്താന്ന് കേട്ടില്ല. എത്തിക്കൽ ക്ലിയറൻസ് വേണ്ടാത്തത് 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ സാർ? ഒന്ന് കേസ് റിപ്പോർട്ടും ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിലെ ഔട്ട്ബ്രേക്ക്, ഇപ്പൊ പാൻഡമിക് ഒക്കെ വരുമ്പോൾ നമുക്ക് എത്തിക്കൽ കമ്മിറ്റിക്ക് ഒന്നും ക്ലിയറൻസ് എടുക്കാൻ സമയം കിട്ടത്തില്ല. ഓക്കെ സാർ. അതുകൊണ്ട് സർവീലൻസ് ഡേറ്റയും പെർമിഷൻ വാങ്ങിക്കണം, പക്ഷേ ഫോർമൽ ക്ലിയറൻസ് വേണ്ട. സർവീലൻസ് ഡേറ്റ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ആകും. ഓക്കെ, ഇനി അതർ എന്ത് ചെയ്യും ബിന്ദുഷ? സർ, ഇനി ആരെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഡോക്ടർ രജി മോഹൻ ഉണ്ടല്ലോ, രജി മോഹൻ സാർ പറയുന്നുണ്ട്. നിഷ? ഗ്രേറ്റ് സ്റ്റാർട്ട്, നല്ല ടോക്ക് ആയിരുന്നു, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനിയും ഡിസ്കഷൻ. ശരിക്കും ലുക്കിംഗ് ഫോർവേഡ് ടു ദ സെഷൻസ്. താങ്ക് യു സർ, ആൻഡ് താങ്ക് യു ടീം. നിഷ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? മേ ബി ഇത് പോകുന്ന മീൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി പുട്ട് അപ്പ്. ഇപ്പൊ ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങള് കുറച്ച് ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് സജഷൻസ് അറിയിക്കണേ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് ദിവസമാണ്, മാസത്തിൽ ഒരു പ്രാവശ്യം മതിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യം. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? പ്ലീസ് റിയലി ഗൈഡ് ദ ടീം. പറയാം സാർ, അറിയാവുന്ന. ബിന്ദുഷ വൈൻഡപ്പ് ചെയ്യാം. ബിന്ദുഷ എന്നാ. അതെ. So I thank Dr. Anish for giving us this exemplary class on introduction to actually an introduction to the research ethics. And I also would like to thank all the members who have joined here and also who have actively participated in the discussion. Thank you. And I would like to welcome all the suggestions in the group about അതെല്ലാം കൂടെ ബിന്ദുഷ ഒന്ന് എല്ലാവർക്കും ഒന്ന് സർക്കുലേറ്റ് ചെയ്യണേ. പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റും കൂടെ ഒന്ന് അയച്ചേക്കണേ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച് ബിന്ദുഷ. ബിന്ദുഷ ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. താങ്ക് യു. So we will end the meeting. Okay. Thank you.